ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർ കാറിൽ ഗംഗയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഗംഗയായിട്ട് കൊക്കയിലേക്ക് എറിയാം കാറോട് കൂടിയിട്ട് എന്നൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ കാറിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഓണടിച്ചിട്ടൊന്നും മാറുന്നില്ല. അതാരത് ഈ ഭാഗത്ത് വീടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിക്കാനിട്ട് അവർ പരസ്പരം. ആ സമയത്ത് വിനീതാണ് ആ കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോകുന്നത്. വിനീത് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അമ്മനായിട്ട് വഴക്കടിച്ചിട്ട് പോന്നിട്ടുള്ളതാണ്, ഇതെൻ്റെ ഭർത്താവും ഞാനും ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് വിനീത് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇവർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മാറാണ്ടാവുമ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ഈ ഹോണടി കേട്ടിട്ട് ഗംഗ എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരിയും അതുപോലെ തന്നെ യമുനയാണെന്നുണ്ടെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോട്ടിൽ കൂടെ. അങ്ങനെ ഗംഗ നോക്കുന്നുണ്ട്, പക്ഷെ ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അതിൽ നിന്നൊരാൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വിനീതിനോട് ദേഷ്യപ്പെടേണ്ട, ഹോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലടാ, പൊട്ടനാണോടാ നീ ചോദിക്കാനുണ്ട്. സോറി സാർ എന്ന് പറയുമ്പോഴേക്കും അയാൾ വിനീതിനെ പിടിച്ചിങ്ങാണ്ട് ദൂരത്തേക്ക് തള്ളി മാറ്റുകയാണ് കേട്ടോ. തള്ളി ഇങ്ങനെ ഉന്തിയിട്ടാണ്. അപ്പോൾ വിനീതൊന്നും പറയുന്നില്ല കേട്ടോ. വിനീതൊന്നും മിണ്ടാതെ അങ്ങനെ അവർ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് വിനീതിനെ കാണാൻ കേട്ടോ ഗംഗ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിനീതിനെ വിളിക്കുകയാണ് ഗംഗ. വിനീതേട്ടാ എന്നെ രക്ഷിക്ക് വിനീതേട്ടാ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിക്കാൻ കേട്ടോ. ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ തട്ടി വിളിക്കുന്നത് കാണുമ്പോൾ ഗംഗയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓടി ചെന്നിട്ട് വിനീത്, അയ്യോ ഗംഗ ഇതെൻ്റെ ഗംഗയല്ലേ എന്ന് ചോദിച്ചിങ്ങോട്ട്, സാറേ ഇതെൻ്റെ ഗംഗയാണെന്ന് പറയട്ടോ. അപ്പോൾ അയാൾ പറയും, ഇത് നിൻ്റെ ഗംഗയാണ്, ഇതിപ്പോൾ ഞങ്ങളുടെ ഗംഗയാണെന്ന് പറയട്ടോ. സാറേ അവൾ ഇറക്കി വിട് സാറേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിനീത്. അപ്പോൾ ഇവന് കൊടുത്തത് പോരാന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങുകയാണേ. പക്ഷെ അയാൾ ഇറങ്ങിയ വഴിക്ക് തന്നെ വിനീതിൻ്റെ ആക്രമണം പെട്ടെന്നായിരുന്നു കേട്ടോ. വിനീത് അയാളെ പിടിച്ച് നേരെ തന്നെ തള്ളിയിടുകയാണേ. അതിന് ശേഷം ഓരോരുത്തരായിട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നവർക്കൊക്കെ വിനീത് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്റ്റണ്ടാണ്. അവിടെയുള്ള ആ ഒരു 4 പേരും അതുപോലെ വിനീതും. പിന്നെ വിനീതിൻ്റെ കയ്യിലേക്ക് ഒരു വലിയ കല്ല് കിട്ടുകയാണ് കേട്ടോ, കരിങ്കല്ല്. അത് വെച്ചിട്ട് എല്ലാത്തിൻ്റെ തല അടിച്ച് പൊളിക്കുന്നുണ്ട് വിനീത്. അതിന് ശേഷം വലിയൊരു വടി എടുക്കുന്നുണ്ട്. വടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും അടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഗംഗ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് വിനീതേട്ടാന്ന് വിളിക്കുകയാണ് കേട്ടോ. വിനീതേട്ടാന്ന് വിളിക്കുമ്പോൾ വിനീത് അടിക്കണത് നിർത്താണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ ഗംഗയ്ക്ക് ഇങ്ങനെ ബോധം മറിയണത് പോലെ ഇങ്ങനെ തോന്നാണ്. അപ്പോൾ വിനീത് ഓടി വന്നിട്ട് ഗംഗനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ വിനീതിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ വീഴാണ് കേട്ടോ. മോളെ ഗംഗ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഗംഗയ്ക്ക് ഇങ്ങനെ ബോധം വരുന്നില്ല. ഇതേ സമയം കാവേരിയും യമുനയും കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ യമുനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഓടാൻ പറ്റുന്നില്ല. കാവേരി ചേച്ചി എനിക്ക് പറ്റുന്നില്ല, കാവേരി ചേച്ചി എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരി തിരിച്ച് വന്നിട്ട് യമുനയുടെ അടുത്ത് വന്ന് പറയാണ്, മോളെ ഇപ്പം നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പശ്ചാത്തപിക്കേണ്ടി വരും, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് യമുനനെ വിളിച്ച് ഓടാനായിട്ട് ഇങ്ങനെ നിൽക്കണ വഴിക്കാണ് കേട്ടോ. ദൂരെ നിന്ന് എന്തോ ഒരു കാഴ്ച അവർ കാണുന്നത്, എന്തോ ഇങ്ങനെ നടന്നു വരുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. എന്താ അത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ കാവേരി. അങ്ങനെ ഇവർക്കൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗനെ എടുത്തിട്ട് വിനീത് ഇങ്ങനെ വരവാണ് കേട്ടോ കാണുന്നത്. അത് ഗംഗ ചേച്ചി ഇല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓടിച്ചെല്ലാണ് കേട്ടോ. ഗംഗേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 പേരും കൂടെ ഉറക്കാനും വിളിക്കാൻ കേട്ടോ. നിലത്ത് വെക്ക് വിനീതേട്ടാ എന്ന് കാവേരി പറയുകയാണേ. അങ്ങനെ ഗംഗനെ താഴെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഗംഗ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഗംഗ എഴുന്നേൽക്കുന്നില്ല. അന്നേരം വിനീത് എന്നോട് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സത്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ വിനീത് കാവേരിനോട് പറയുകയാണ്. അത് പറയുമ്പോൾ അവരവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്ന് കാവേരി ചോദിക്കുകയാണ്. പോയിട്ടില്ലെങ്കിൽ വെറുതെ വിട്ടുകൂടാന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗംഗയ്ക്ക് ഇങ്ങനെ ബോധം വരികയാണ്. കാവേരിനെ വിളിക്കാൻ കേട്ടോ. കാവേരി ഇനി പ്രശ്നത്തിനൊന്നും പോകണ്ട, ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ വിനീതേട്ടൻ ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നേനെ എന്നൊക്കെ പറയുകയാണെ. അതിനുശേഷം വിനീതിനെ നോക്കുമ്പോൾ വിനീതിൻ്റെ നെറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നത് കാണാം കേട്ടോ. അയ്യോ ചോര എന്ന് പറഞ്ഞിട്ട് വേഗം ഷോൾ എടുത്തിട്ട് അതൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് യമുന പറയണ, കുറച്ച് നേരം ടെൻഷൻ അടിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ നമ്മളെ കാവേരിയാണെന്നുണ്ടെങ്കിൽ പറയും, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. അമ്മ ഇപ്പം മഹാഭാരതം വായിച്ച് തുടങ്ങും എന്ന് പറയണ്ട. ഓ അങ്ങനെ അല്ലേ എന്ന് പറയണേ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ശാരദ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെൺവാക്ക് കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ ആയില്ലേ, ആ ചെക്കൻ വന്നില്ലാത്ത കാര്യം എന്തായാലും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പണം ചാടി വരും ഓടി വരും എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ റിസോർട്ട് തുടങ്ങിയത്, ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ശാരദ ഇങ്ങനെ വഴക്ക് പറയാണ് കേട്ടോ. അപ്പോൾ
ഗംഗ വന്ന് റൂമിൽ നോക്കുമ്പോൾ കാവേരിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കോട്ടോ. അപ്പോൾ ഗംഗ പറഞ്ഞു കേൾക്കേണ്ട ആൾ മാത്രം കേൾക്കുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറയുകയാണെ. എന്നിട്ട് കാവേരിനെ വിളിക്കാൻ കേട്ടോ. കാവേരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാവേരി ഗംഗയുടെ കൈമ കയറി പിടിച്ചിട്ട് അരവിന്ദൻ്റെ മക്കളെ തൊടാൻ ധൈര്യം ഉണ്ടോടാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ച് പറയാൻ കേട്ടോ. അന്നേരം ഗംഗ പറയണം അരവിന്ദൻ്റെ ഭാര്യയെ അവിടെ കിടന്ന് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഓ അതോ എന്ന് പറയാം കേട്ടോ. നീയേ എന്തുറക്കം ഉറങ്ങുന്നത്? അല്ല നീളയും യമുനയൊക്കെ എന്തേന്ന് ചോദിക്കട്ടോ. അവരൊക്കെ അവരുടെ സ്കൂളിലും കോളേജിലൊക്കെ പോയി, നീ എന്താ എഴുന്നേക്കാത്തത്? 9:30 നീ ജോലിക്ക് പോകുന്നില്ലേ? എന്ത് ജോലി? ജോലിയേ നിന്റെ ജോലി? അത് പോയോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാവിരിക്കും, ഓ ജോലി പോയത് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലേ എന്ന് മനസ്സിലാകാതിരിക്കാൻ. അല്ല പോയിന്നല്ല, പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ജോലിക്ക് പോയിട്ടില്ലല്ലോ ഇതുവരെ, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ പോയതല്ലേ, ഇനിയിപ്പോൾ 2 ദിവസം പോയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതൊന്നും ശരിയാവില്ല, ജോലിക്ക് എല്ലാ ദിവസവും പോകണം, ചെറുതായാലും വലുതായാലും ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി ഉപദേശിക്കുകയാണ് കേട്ടോ. നീ വേഗം തന്നെ എഴുന്നേറ്റ് വായോ, കുളിച്ച് വായോ എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടുന്ന് പോവുകയാണേ. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിനീത് ഇങ്ങനെ അവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കെടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ സുജാത വന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. ഡാ വിനീതേ നീ ഇതെന്താ കെടുപ്പത് ഇത് ചോദിക്കാൻ കേട്ടോ. നിനക്കിതെന്താ പറ്റിയെന്ന് ചോദിക്കാനേ. അപ്പോഴേ തലയിലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, അത് ആവശ്യം നിലയാണ് കേട്ടോ. ആരെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒച്ചയെടുക്കുന്നു കേട്ടോ. തല്ലുന്ന ആൾക്കാരെ ഓർമ്മ വന്നിട്ട്, എടാ നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ വിനീതിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമായാണ് കേട്ടോ. അപ്പോഴാണ് വിനീതിന് ശരിക്കും ഒരു ഓർമ്മ വന്നത്. അപ്പോൾ തലയിൽ കെട്ടും, തലയിൽ വേദന ഉണ്ടിട്ട്, നിനക്കിത് എന്താ പറ്റിയത്? നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണേ. അതോ ഞാനൊന്ന് വീണ് എന്ന് പറയട്ടോ. വീണോ? എവിടെ വീണ്? വീണ് എന്ന് പറയട്ടോ. എവിടെയാന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മലയുടെ പേര് പറയാണ് കേട്ടോ. അവിടെയോ? അവിടെ ആരും പോകാറില്ലല്ലോ, ആ മലയുടെ മുകളിൽ നിന്ന് വീണവരൊന്നും ഇതുപോലെ രക്ഷപ്പെട്ടിട്ടില്ല. നേരം വിനീത് നോണ പറയാൻ കേട്ടോ. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ഒരു മരത്തിലിടിച്ച് നിന്നു, അപ്പോൾ എന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ട്. ആര്? അമ്മ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. കണ്ണു ചോർന്ന് ഞാൻ നോക്കിയപ്പോഴേ ഒരു നക്ഷത്രം മുകളിൽ. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ അമ്മ വിളിക്കുന്നതാണെന്ന് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സുജാതയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും നിന്നെ കാട്ടുപോത്ത് ചവിട്ടിയ പോലെയാണല്ലോ ഇപ്പം ഈ കാണുന്നത്. കാട്ടുപോത്തിൻ്റെ അടുത്തുനിന്നല്ലേ പോയത്? ഞാൻ കാട്ടുപോത്ത് തന്നെയാണ് സുജാത പറയട്ടോ. അപ്പം പറയട്ടോ, നീ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അമ്മേ. അമ്മ എന്നെ വിളിക്കുന്നത് പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ കാട്ടുപോത്തെന്ന് വിളിച്ചതോ? എൻ്റെ അമ്മനെ എനിക്ക് കാട്ടുപോത്തെന്നാ എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് സൂചിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഇനി എന്നെയായിട്ട് വഴക്കൊന്നും ഇടിക്കരുത് കേട്ടോ, ഞാൻ വേണമെങ്കിൽ ആ പണിക്കരെ വൈദ്യരുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ സുജാത. പിന്നെ കാണിക്കുന്നത് കാവേരി ഒരുങ്ങി വരികയാണ് കേട്ടോ. നീയോ അന്ന് ഒരുങ്ങിയിട്ട് എൻ്റെ ജോലിക്ക് പോകേണ്ട കാര്യം പറയാൻ കേട്ടോ. അതെ ഇത്രയും നേരമായി, ഇനിയിപ്പോൾ രാജേശ്വരി മേഡം നിന്നെ അവിടെ നിന്ന് അടിച്ചോടിക്കും എന്നൊക്കെ ഗംഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലല്ലോ, അതുകൊണ്ടുള്ള ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ കുമ്പിട്ടിരിക്കുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ വിനീത് ഫോണിൽ വിളിച്ചിട്ട് നടന്ന സംഭവങ്ങളെല്ലാതും നിവിനോട് പറയാണ് കേട്ടോ. നിവിനോട് പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ സുജാത അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ രാത്രിക്കാലത്തെ സംഭവം മുഴുവനും അറിഞ്ഞ് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാൻ കേട്ടോ നിവിൻ. എന്നിട്ട് ആസിഫിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവന്മാരെ ശരിക്കും പിടിക്കണം, അവന്മാരെ പോലീസിൽ ഏൽപ്പിക്കണം, ഇങ്ങനെ അവരുടെ റിസോർട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ റിസോർട്ടിലും അതുപോലെ നടക്കൂല എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആസിഫ് പറയാണ്, അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂട്ടത്തിൽ നിൻ്റെ അമ്മയുണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് നിവിന് കാര്യം മനസ്സിലായത്. അങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ. എന്നിട്ട് നിവിൻ അമ്മനോട് അപ്പം അമ്മനോട് പറയുന്നുണ്ട്, അമ്മനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ കൂട്ടത്തിൽ കൈയടിക്കുന്നത്, ഏറ്റവും ആദ്യം കൈയടിക്കുന്നത് ഞാനായിരിക്കുന്നു നിവിനെ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പിന്നെ കാവേരിനെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഗംഗ. അതേപോലെ തന്നെ രാജേശ്വരിനെ കാണാനായിട്ട് ശാരദ റിസോർട്ടിലേക്ക് എത്തുന്ന ഒരു ഭാഗം കൂടി പ്രമോല് കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് എപ്പിസോഡിലും പ്രമോലും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.